വൈറലായ വിശപ്പ്. രാവിലെ ചായക്കടയിൽ ഇരുന്നവരുടെ സംഭാഷണം മുഴുവൻ ഒരു വാർത്തയെക്കുറിച്ചായിരുന്നു. കൊച്ചിയിലെ ഒരു റെസ്റ്റോറന്റുടമ പറഞ്ഞത്രേ, വിശന്ന് വരുന്ന ആർക്കും സൗജന്യമായി ഭക്ഷണം നൽകുമെന്ന്. ആ വാർത്ത ഫോണിലൂടെ കണ്ടപ്പോൾ 70 വയസ്സുകാരൻ രാഘവന്റെ കണ്ണുകൾ നിറഞ്ഞു. 3 ദിവസമായി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. കൂലിപ്പണിക്ക് ആരോഗ്യമില്ല. മക്കൾ വിദേശത്താണെങ്കിലും അച്ഛനെ ഓർക്കാൻ അവർക്ക് സമയം കിട്ടിയിരുന്നില്ല. വാർത്ത സത്യമാണോ എന്നറിയാതെ അദ്ദേഹം ആ റെസ്റ്റോറന്റിലെത്തി. ചേട്ടാ, എനിക്ക് വിശക്കുന്നു. മാനേജർ ഒരു ചോദ്യവും ചോദിച്ചില്ല. ഇരിക്കൂ അച്ഛാ, ആദ്യം ഭക്ഷണം കഴിക്കാം. ചൂടുചോറും സാമ്പാറും മീൻകറിയും പായസവും മുന്നിലെത്തി. ഓരോ ഉരുളയും കഴിക്കുമ്പോൾ രാഘവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വീണു. ഭക്ഷണം കഴിഞ്ഞപ്പോൾ പണം കൊടുക്കാൻ പോക്കറ്റിൽ കൈയിട്ടു. അവിടെ ഉണ്ടായിരുന്നത് പഴകിയ ഒരു ഫോട്ടോ മാത്രം. ഭാര്യയുടെ. മാനേജർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ പണം വേണ്ട അച്ഛാ, നിങ്ങളുടെ പുഞ്ചിരി മതി. അടുത്ത മേശയിലിരുന്ന ഒരു യുവാവ് ആ കാഴ്ച മൊബൈലിൽ പകർത്തി. അത് വീണ്ടും വൈറലായി. പക്ഷേ ഇത്തവണ വൈറലായത് ഒരു വീഡിയോയല്ല, മനുഷ്യത്വമായിരുന്നു. ആ വീഡിയോ കണ്ട രാഘവന്റെ മകൻ അന്നുതന്നെ നാട്ടിലെത്തി. അച്ഛനെ ചേർത്തുപിടിച്ച് അവൻ കരഞ്ഞു. അച്ഛാ, ഞാൻ സമ്പാദിച്ചത് പണമായിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയിരുന്നത് എന്റെ സാമീപ്യമായിരുന്നല്ലോ. ആ ദിവസം രാഘവൻ മനസ്സിലാക്കി, വിശപ്പ് വയറിനു മാത്രമല്ല, സ്നേഹത്തിനും കരുതലിനും മനുഷ്യൻ ജീവിതം മുഴുവൻ വിശക്കുന്നവനാണ്.